ഹായ്, എൻ്റെ പേര് ദേവദർശൻ. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് LM337 വേരിയബിൾ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ നമ്മൾ ഫിഗറിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും അത് ഒരു 3 പിൻ ഡിവൈസാണ്. The LM337 is a variable negative voltage regulator that can output voltage from negative 1.25 volt to negative 37 volt with a maximum output current of negative 1.5 ampere. അപ്പോൾ നമുക്കത് മനസ്സിലാവും, നമ്മുടെ ഈ LM337 ഒരു നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അതിന് ഒരു വോൾട്ടേജ് റേഞ്ച് അതായത് നമ്മളെ ഒരു വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് negative 1.25 വോൾട്ട് ടു -37 വോൾട്ടേജ് ആ ഒരു ഇതിലാണ് റെഗുലേറ്റ് ചെയ്യുന്നത് വിത്ത് എ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് ഓഫ് negative 1.5 ആംപിയർ. അതായത് ഒരു കറണ്ടിൻ്റെ ഫ്ലോ വരുന്നത്, അതായത് കോൺസ്റ്റൻറ്റ് negative 1.5 ആംപിയറിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ ഈ മറ്റേ വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത്. അതായത് negative 1.25 ടു negative 37 വോൾട്ടേജ് എന്നുള്ള റേഞ്ച് വരുന്നത് negative 1.5 ആംപിയർ കറണ്ടിലുള്ളപ്പോഴാണ്. അപ്പോൾ നമ്മളതിൽ 3 പിന്ന് കാണുന്നുണ്ട്. അഡ്ജസ്റ്റ് 1, V-in 3, V-out 2. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമും കാണാം. നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. അതിൽ പിൻ 1, 2, 3. ഈ ഫിഗറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിൻ അഡ്ജസ്റ്റ് 1, V-out 2, V-in 3. ഇതാണ് അതിൻ്റെ 1, 2, 3 എന്നുള്ള ഫോർമേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് പിൻ. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ അഡ്ജസ്റ്റ് പിൻ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ദിസ് പിൻ അഡ്ജസ്റ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിൻ നമ്പർ 1. പിന്നെ പിൻ നമ്പർ 2 ഇൻപുട്ട് വോൾട്ടേജ് V-in. ദ ഇൻപുട്ട് വോൾട്ടേജ് വിച്ച് ഹാസ് ടു ബി റെഗുലേറ്റഡ് ഈസ് ഗിവൺ ഇൻ ടു ദിസ് പിൻ. അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഏതാണോ റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ടത് അതാണ് നമ്മൾ ഈ പിന്നിലേക്ക് കൊടുക്കുക. അതായത് പിൻ നമ്പർ 2 അതാണ് പിൻ നമ്പർ 2 V-out അല്ല V-in. പിൻ നമ്പർ അതിൽ 3 വരുന്നതാണ് അല്ല V-in. ഇനി വരുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് V-out. ദ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് സെൻഡ് ബൈ ദ അഡ്ജസ്റ്റ് പിൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് പിൻ. അതായത് നമ്മൾ സെക്കൻഡിൽ ഒരു റെഗുലേറ്റ് ചെയ്ത വോൾട്ടേജ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പിന്നാണ് ഏത് ഈ ഔട്ട്പുട്ട് പിൻ എന്ന് പറയുന്നത് V-out. അതായത് നമ്മൾ ഈ സെക്കൻഡിന് ഫസ്റ്റിന്ന് ഇൻപുട്ട് വോൾട്ടേജ് കയറി V-in കൂടെ റെഗുലേറ്റ് ചെയ്ത് V-out കൂടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഇനി നമുക്ക് അങ്ങനെ 3 അതിൻ്റെ ഒരു പിന്നിൻ്റെ കോൺഫിഗറേഷൻ. നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. അതായത് നമ്മുടെ LM337 ഒരു ഫീച്ചേഴ്സ്. ഇത് അഡ്ജസ്റ്റബിൾ 3 ടെർമിനൽ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ. നമ്മൾ ആദ്യമേ പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണ്, അതായത് റെഗുലേറ്റബിൾ ആണ്. അതിൻ്റെ ഒരു 3 പിൻ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി സെറ്റ് ടു ദ റേഞ്ച് ഫ്രം negative 1.25 to negative 37 വോൾട്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കസ് ആണ്. നെക്സ്റ്റ് മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് ഈസ് negative 1.5 ആംപിയർ. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഈ negative 1.25 വോൾട്ടേജ് ടു negative 37 വോൾട്ട് കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് വിത്ത് എ ഔട്ട്പുട്ട് കറണ്ട്, അതായത് negative 1.5 ആംപിയർ എന്നുള്ള ഔട്ട്പുട്ട് കറണ്ടിലാണ് ഇത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഫോർത്ത് പോയിന്റ്, ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 40 വോൾട്ട്, മാക്സ് റെക്കമെൻഡഡ് 15 വോൾട്ടേജ്. അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 40 വോൾട്ട്. പിന്നെ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് വെൻ വോൾട്ടേജ് ഡിഫറൻസ് ഈസ് 15 വോൾട്ട് ഈസ് negative 2.2 ആംപിയർ. അതായത് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട്, അതായത് നമ്മളൊരു 15 വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, 15 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് എത്രയായിരിക്കും? negative 2.2 ആംപിയർ ആയിരിക്കും. പിന്നെ ഓപ്പറേറ്റിംഗ് ജംഗ്ഷൻ ടെമ്പറേച്ചർ ഈസ് 125 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ്
ജംഗ്ഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും. നമ്മൾ ഈ ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് ജംഗ്ഷൻ ടെമ്പറേച്ചർ, ആ ഒരു ഇതിൻ്റെ റിക്വയർഡ് ആയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 125 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പിന്നെ അവൈലബിൾ ഇൻ TO220, SO-T223, TO-0263 പാക്കേജ്. അതിൻ്റെ അവൈലബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു 3 പാക്കേജിലായിരിക്കും ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവുക. ഇങ്ങനൊരു നോട്ട് പറയുന്നത് എന്താ വെച്ചാൽ, കംപ്ലീറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ക്യാൻ ബി ഫൗണ്ട് അറ്റ് ദ LM337 പ്രൊവൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പേജ്. നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് കൊടുക്കുന്നു. The LM337 is the equivalent counterpart of LM317 പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ. അത് പറയുന്നത് വെച്ചാൽ നമ്മുടെ LM317 പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് കൗണ്ടർ പാർട്ടാണ് ഏത് പ്രോസസ്സ് ചെയ്യുന്നത്, ഈ LM337 കാണിക്കുന്നത്. The IC commonly used in adjustable lab voltage regulation in generators in combination with the LM317 IC. ഈ IC നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ ലാബ് വോൾട്ടേജ് ജനറേറ്റേഴ്സിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതായത് ഈ LM317 ഒരു കോമ്പിനേഷനായിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക. ഏത് നമ്മുടെ ഈ LM337 നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ. It can also be used as counter regulators and negative voltage protection circuits. Refer the datasheet. അപ്പോൾ it can be also used as current regulators and negative voltage protection circuits. നമ്മൾ നേരത്തെ പറഞ്ഞാണ് റെഗുലേറ്റർ, കറണ്ട് റെഗുലേഷനും പറ്റും, പിന്നെ അതേപോലെ നെഗറ്റീവ് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സും പറ്റുന്നതാണ്. The IC has 3 pins in which the input voltage is supplied to the Vin pin. Then using a pair of resistors we set a voltage at adjust pin which will decide the output voltage of the IC that is given out at Vout pin. നമ്മളടുത്ത് പറഞ്ഞത് നമ്മുടെ ICയിൽ 3 പിന്നുണ്ട്, അതായത് 37 3 പിന്നുണ്ട്. അതിലൊന്ന് Vin ആണ്, പിന്നെ Vout ആണ്, പിന്നെ ഫസ്റ്റ് വൺ അതൊരു ഇൻപുട്ട് വോൾട്ടേജ് തന്നെയാണ്. പക്ഷേ നമ്മൾ സെക്കൻഡ് വൺ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ്, അതായത് റെഗുലേഷൻ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. പിന്നെ അടുത്ത പോയിന്റ് വെച്ചാൽ, ടു മേക്ക് ഇറ്റ് ആക്ട് ആസ് എ വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റർ വി ഹാവ് ടു സെറ്റ് വേരിയബിൾ വോൾട്ടേജസ് വിച്ച് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ ഇൻ ദ പൊട്ടൻഷ്യൽ ഡിവൈഡർ. അപ്പം നമ്മൾ ഇതൊരു വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു സെറ്റ് ചെയ്യണം, എന്ത് വേരിയബിൾ വോൾട്ടേജസ് വിച്ച് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻസ്. നമ്മളൊക്കെ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻസിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, LM337 യൂസ് ചെയ്യുന്നത്. പിന്നെ വേരിയബിൾ പവർ സപ്ലൈ, പിന്നെ കറണ്ട് ലിമിറ്റിംഗ് സർക്യൂട്ട്സ്, റിവേഴ്സ് പോളാരിറ്റി സർക്യൂട്ട്സ്, പിന്നെ കോമൺലി യൂസ്ഡ് ഇൻ ഡെസ്ക്ടോപ്പ് PC, DVD ആൻഡ് അതർ കൺസ്യൂമർ പ്രോഡക്ട്സ് യൂസ്ഡ് ഇൻ മോട്ടോർ കൺട്രോൾ സർക്യൂട്ട്സ്. അപ്പോൾ ഇത് ഈ ഒരു 6 നമ്മൾ എൻ്റെ ഒരു കുറച്ച് അപ്ലിക്കേഷൻസ് പറയുന്നത്. ഇനി ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മളൊരു 2D മോഡലാണ്. നമ്മുടെ ഇതിൽ ശ്രദ്ധിച്ച മനസ്സിലാവുക, ഇതൊരു LM337 പിന്നാണ്. അതിൻ്റെ ഒരു 2D മോഡലാണ്, ഒരു ലേഔട്ടുമായിട്ട് കാണിച്ചിരിക്കുകയാണ്. കണ്ടാൽ മനസ്സിലാവും. ഓരോ കോമ്പിനേഷൻസ് നമ്മളതിൽ കാണുന്നത്, അതിൻ്റെ സൈസ്, വിഡ്ത്ത്, ലെങ്ത്ത്, പിന്നിനെ കുറിച്ച്, പിന്നിൻ്റെ ലെങ്ത്ത്, പിന്നിൻ്റെ വിഡ്ത്ത്, 2 പിന്നിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെയാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ സൈഡ് വ്യൂ ആണ്, സൈഡ് ലെങ്ത്, സൈഡ് വ്യൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു റഫായിട്ടൊന്ന് ഇത് കാണിച്ചാണ്. സോറി, താങ്ക് യു. അപ്പം ഇത്രയും വരെ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. താങ്ക് യു.